നമസ്കാരം. 2026 എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പുതുവർഷത്തിൽ എല്ലാ രാജ്യങ്ങളിലും പുതിയ നിയമങ്ങൾ വരികയും ഉള്ളവയെ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അമേരിക്കയിലും അതൊക്കെ തന്നെ സംഭവിക്കും. 2026 സോഷ്യൽ സെക്യൂരിറ്റി നിയമങ്ങളിൽ വരാനിരിക്കുന്ന സുപ്രധാന മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക അസ്ഥിരതയുടെ ഈ കാലഘട്ടത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ നിർണായകമാണ്. പ്രതിമാസ പേയ്മെന്റുകളിൽ വർധനവ് വരുത്തുന്ന കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് മുതൽ മുതിർന്ന പൗരന്മാർക്ക് $6000 ചരിത്രപരമായ നികുതി ഇളവ് വരെ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ സുപ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുക? പുതിയ നിയമങ്ങൾ അനുസരിച്ച് നികുതിദായകർ അറിഞ്ഞിരിക്കേണ്ട മറ്റു പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. 2026 അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് 2.8% വർദ്ധിക്കുന്നത് സുപ്രധാനമായ ഒരു മാറ്റമാണ്. ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവിന്റെയും പ്രതിമാസ പേയ്മെന്റിൽ ഏകദേശം $56 വർധനവാണ് ഉണ്ടാവുക. പണപ്പെരുപ്പം അടിസ്ഥാനമാക്കിയുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് 2025 2.5% നിന്ന് 2.8% ഉയരുന്നത് അമേരിക്കയിലെ ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവിനും അല്പമെങ്കിലും ആശ്വാസകരമാണ്. 2026 ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. അതിൽ ആദ്യത്തേത് 2026 നികുതിയിൽ വരുന്ന മാറ്റമാണ്. മുതിർന്ന പൗരന്മാർക്ക് $6000 നികുതി ഇളവ് ലഭിക്കും. ഇത് പലരുടെയും ഫെഡറൽ നികുതി ഒഴിവാക്കാൻ സഹായിക്കും. 2025 ഡിസംബർ 25 മുതൽ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ ഓൺലൈനിൽ ലഭ്യമാകും. അതായത് മൈ സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് US പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കുമുള്ള SSA 1099 ഫോമും സ്ഥിര താമസക്കാരല്ലാത്തവർക്കുള്ള SSA 1042S ഫോമും ഡൗൺലോഡ് ചെയ്ത് 2025 സോഷ്യൽ സെക്യൂരിറ്റിയിലൂടെ എത്ര വരുമാനം നേടിയെന്ന് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ നികുതി ഇനത്തിൽ എത്ര തുക അടയ്ക്കണമെന്ന് അറിയാനുമാകും. ഡിസംബർ 26 മുതൽ ഇതേ വിവരങ്ങൾ അടങ്ങിയ പേപ്പർ കോപ്പികളും അയച്ചു തുടങ്ങും. എന്നാൽ ഇത് ഗുണഭോക്താവിന്റെ കൈകളിൽ എത്താൻ വൈകും. അതിനാൽ ഓൺലൈനായി തന്നെ വിവരങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് 2025 മുതൽ 2028 വരെ $6000 നികുതി ഇളവ് ലഭിക്കും. വിവാഹിതരായ ദമ്പതികൾക്ക് ഇത് $12000 വരെ ആകാം. വ്യക്തിഗത വരുമാനം $75,000 ദമ്പതികൾക്ക് $1,50,000 താഴെയായിരിക്കണം. ഈ ഇളവ് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും. ഇത് കൂടാതെ നിലവിലുള്ള നികുതി നിയമങ്ങൾ പ്രകാരം ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് $2000 വിവാഹിതരായ ദമ്പതികൾക്ക് $3200 അധിക ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 $17,750 ആയിരുന്ന സിംഗിൾ ഫയലർമാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2026 $16,100 ആകും. ദമ്പതികൾക്ക് $31,500 നിന്ന് $32,200 ആയും ഉയരും. നികുതി നൽകേണ്ട വരുമാനം കുറയ്ക്കുന്ന ഒരു നിശ്ചിത തുകയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഒരു നികുതിയുടെ വരുമാനത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചുള്ള ഭാഗത്തിന് നികുതി നൽകിയാൽ മതിയാകും. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ച സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട് പ്രകാരം 2.8 മില്യൺ ആളുകൾക്ക് മുൻപ് പെൻഷനിൽ നേരിട്ടിരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടും. സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് നൽകാത്ത ജോലികളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് കൂടുതൽ തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളികൾക്കും വിധവകൾക്കും ഇത് ഗുണം ചെയ്യും. 2026 ജനുവരി മുതലുള്ള കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ വരുമാനം കൂടുമ്പോൾ നികുതിയും വർദ്ധിക്കാം. സോഷ്യൽ സെക്യൂരിറ്റി വരുമാനം നികുതിക്ക് വിധേയമാക്കുന്നത് സംയോജിത വരുമാനം അഥവാ കമ്പൈൻഡ് ഇൻകം ആശ്രയിച്ചായിരിക്കും. പെൻഷൻ, പാർട്ട് ടൈം ജോലി, IRAയിൽ നിന്നുള്ള പണം, നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം സംയോജിത വരുമാനത്തിൽ ഉൾപ്പെടും. വ്യക്തികൾക്ക് 25,000 മുതൽ $34,000 വരുമാനം ഉണ്ടെങ്കിൽ വരുമാനത്തിന്റെ 50% വരെ നികുതി നൽകേണ്ടി വരും. ദമ്പതികൾക്ക് 32,000 മുതൽ $44,000 വരുമാനം ഉണ്ടെങ്കിൽ 50% വരെ നികുതി നൽകണം. വരുമാനം ഇതിലും കൂടുതലാണെങ്കിൽ 85% വരെ നികുതി നൽകേണ്ടി വരും. ഇനി സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ എപ്പോൾ ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. 11 മുതൽ 20 തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് ഡിസംബർ 17നും 21 മുതൽ 31 തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് ഡിസംബർ 24നും സപ്ലിമെന്ററി സെക്യൂരിറ്റി ഇൻകം പേയ്മെന്റുകൾ ഡിസംബർ 31നും ലഭിക്കും. 1 മുതൽ 10 ജനിച്ചവർക്ക് ജനുവരി 14നും 11 മുതൽ 20 ജനിച്ചവർക്ക് ജനുവരി 21നും 21 മുതൽ 31 ജനിച്ചവർക്ക് ജനുവരി 28നും സപ്ലിമെന്ററി സെക്യൂരിറ്റി ഇൻകം പേയ്മെന്റുകൾ ജനുവരി 30ന് ലഭിക്കും. എന്തായാലും 2026 അമേരിക്കയിൽ പല മാറ്റങ്ങളും ഉണ്ടാകും.